ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിനീസ് ടെയിൽസ്. അപ്പോൾ ഈദ് ഹോളിഡേയ്സിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊന്ന് ബീച്ചിൽ പോകുവാണ്. ഇവിടെ ഓൾറെഡി ചൂട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വന്നിട്ട് നല്ല വെയിലായിരുന്നേ. പിന്നെ നമ്മൾ ബാക്കിയുള്ളവരും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ബീച്ച് പോയി ഇവരൊക്കെ കല്യാണ വൈഫ് ഞങ്ങളൊരു 10-15 പേരുണ്ടായിരുന്നു കേട്ടോ ട്രിപ്പിന്. അതുകൊണ്ട് തന്നെ 2 വണ്ടിയിലായിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നെറ്റ് കൊടുക്കുന്നില്ല. സ്മൈൽ കൊടു. രജീഷേട്ടാ ഒരു യോ കൊടു. അങ്ങനെ ഞങ്ങൾ ക്യാബിൽ നല്ല എൻജോയ് ചെയ്തുകൊണ്ടൊക്കെയാണ് കേട്ടോ പോയത്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നതെന്ന്. അങ്ങനെ അവരെ ചേസ് ചെയ്ത് വെട്ടിക്കുന്ന സീനാണ് കേട്ടോ ഇത്. സൗദി നിയമലക്കരെ ലംഘിച്ചു, ഒരു കാർ മൊത്തം പിടിയിൽ. നാളത്തെ ന്യൂസ്. ആക്ച്വലി ഇവരെ ഞങ്ങൾ ചേസ് ചെയ്ത് വെട്ടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എന്തോ ഒരു ഉടായ്പ് പറഞ്ഞിട്ട് അവരുടെ കാറ് സ്ലോ ചെയ്യിപ്പിച്ച് അവരെ പറ്റിച്ചാണ് കേസ് ഞങ്ങൾ വെട്ടിച്ചത്. സോ ഗൈസ്, അങ്ങനത്തെ അല്ലൊട്ടഹങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിതേ വണ്ടി ഒരു സൈഡിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനത്തെ ഒരാവശ്യമില്ലാതെ ഞങ്ങളിതേ തപ്പിതേ മെസ്സിൻ്റെ പടമുള്ള ലേസൊക്കെ വാങ്ങിയിരിക്കുകയാണ് ഗൈസ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഒരു ലേസെങ്കിലും വാങ്ങിയില്ലെങ്കിൽ എങ്ങനെയാണല്ലോ ഒരു ട്രിപ്പ് ആവാ. ബീച്ചായി. ഓ, എത്ര നാളെ വെള്ളം കണ്ടിട്ട്. അങ്ങനെ ഗൈസ്, ഒരു 1.5 മണിക്കൂറിന്റെ ട്രാവലിന് ശേഷം ഞങ്ങളിതേ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഈ ബീച്ചിന്റെ പേരാണ് ഉക്കൈർ ബീച്ച്. ആക്ച്വലി നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ബീച്ചിൻ്റെ സ്വിമ്മിങ് ഏരിയയിലാണ്.
എന്ന് വെച്ചാൽ നമുക്കിവിടെ സ്വിം ചെയ്യേണ്ടവർക്ക് സ്വിം ചെയ്യാം, സേഫ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ആ ഒരു അറ്റം വരെ പോയാലും അധികം താഴ്ചയില്ല, ഭയങ്കര നല്ല തണുത്ത വെള്ളമാണ്. ഒരു ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്, അവിടം വരെ നമുക്ക് നീന്താം, കുഴപ്പമൊന്നുമില്ല, സേഫാണ് കേട്ടോ. സോ ഗായ്സ്, അങ്ങനെ ഞങ്ങളും ഫൈനലി ഇറങ്ങി കേട്ടോ വെള്ളത്തിൽ. നമ്മുടെ അരയുടെ അത്രേ വെള്ളമുള്ളൂ, നമുക്ക് നിൽക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. സോ ഇവിടെ വെച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ്ലി ഒരു സംഭവം നടന്നത് എന്താണെന്ന് വെച്ചാൽ, ചെറിയ ചെറിയ കല്ലുകളുണ്ട്. അപ്പോൾ ആ കല്ലുകളിൽ തട്ടിയിട്ട് ജോബിയുടെ കൈ ഒന്ന് മുറിഞ്ഞായിരുന്നു. അതും പോരാഞ്ഞിട്ട് ഇടത് കൈയിൽ കിടന്നിരുന്ന മോതിരം ഊരിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വലത് കൈയിലോട്ട് എടുത്തിട്ടതാണ് കുട്ടി ബുദ്ധിപൂർവ്വം. അപ്പോൾ ആ സമയത്ത് അത് ലോക്കായി. അങ്ങനെ പിന്നെ അതേ ഞങ്ങൾ വെള്ളത്തിൽ നിന്നൊക്കെ കയറി. ആ ഒരു സമയത്ത് വലിയ പെയിനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ചെറുതായിട്ട് ഇങ്ങനെ ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് ആ ഫിംഗർ അങ്ങ് സ്വെല്ല് ചെയ്തു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഇതേ നമ്മളൊരു പാലം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പാലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ആ സമയത്ത് ജോബിയുടെ കൈ നന്നായിട്ട് വീർത്തു. അത് നമ്മൾ എല്ലാവരും മാറി മാറി ആ റിങ് എടുക്കാൻ നോക്കിയിട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് നേരെ വഴിയില്ലാണ്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വെച്ച് വിട്ടു. ആക്ച്വലി ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1 hour ട്രാവൽ ഉണ്ട് ഹോസ്പിറ്റലിലോട്ട്. അങ്ങനെ പിന്നെ അതേ ഞങ്ങൾ അവസാനം എത്തി. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവർക്കും ആശ്വാസമായി കേട്ടോ. കാരണം ഹോസ്പിറ്റലിൽ എത്തിയല്ലോ, ഇതെങ്ങനെയാണെങ്കിലും അവർ ഊരിയെടുക്കുമല്ലോ. അങ്ങനെ പിന്നെ വേഗം എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് ആ റിങ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റി. അതുവരെ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നേ. എടുത്താ എവിടെ നോക്കട്ടെ, അത് നോക്കട്ടെ. എവിടെ മോതിരം കാണിക്ക്. എങ്ങനെ ഊരിയത്? സെറ്റായോ? ആ ഇതൊക്കെ പോയല്ലേ, നീരൊക്കെ അങ്ങോട്ട് പോയല്ലേ. സന്തോഷായില്ലേ? എവിടെ ഏട്ടനെവിടെ എവിടെ? അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സമാധാനമായത്. അങ്ങനെ പിന്നെ അതേ നമ്മൾ ക്യാബിൽ കയറിയേ. എങ്ങനെ ഉണ്ടായിരുന്നു അത് മുറിച്ചപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല സുഖം. ശരിയാ, പെട്ടെന്നായി. അങ്ങനെ പിന്നെ അതേ നമ്മൾ റൂമിൽ വന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് നമ്മൾ തിരിച്ച് ബാബുക്കാസിൽ പോയിട്ടോ. ഇതിൻ്റെ ഒരു ഫൺ പാർട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്ര ലോങ് ഡിസ്റ്റൻസ് പോയാലും അവസാനം ബാബുക്കാസിൽ തന്നെ എത്തും. അങ്ങനെ എല്ലാവരും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള ഓരോന്ന് ഓർഡർ ചെയ്തിട്ടോ. പിന്നെ ഒന്നും പറയണ്ടല്ലോ ഗൈസ്, അവിടെ ഒരു അക്രമമായിരുന്നു. 2 ചിക്കൻ ബിരിയാണി. എല്ലാവർക്കും ചായ. എല്ലാവർക്കും വേണ്ട, എല്ലാവർക്കും വേണ്ട. അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി. സോ അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഈദ് വ്ളോഗ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എല്ലാത്തിനും ലൈക്ക് ചെയ്യാൻ എന്താ മടി. അപ്പോൾ മടി കൂടാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മളിത് ലാസ്റ്റ് 2 കറിവേപ്പിലയും കൂടി വാങ്ങിച്ചിട്ടാണ് കേട്ടോ റൂമിലോട്ട് പോയത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.